പ്രൊമോ വരുന്നതുകൊണ്ടാണ്. നമ്മളെ കേരളത്തിൽ ഇത്രയും കൂടുതൽ പെട്രോൾ പമ്പ് വന്ന ഒരു കാലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുക്കിന് പെട്രോൾ പമ്പാണ്. ഒരു പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ 1 കിലോമീറ്റർ പോലും ഗ്യാപ്പില്ലാതെ വീണ്ടും പെട്രോൾ പമ്പാണ്. എന്നിട്ട് ഇപ്പം എന്താ ചെയ്യണത്? ആ പെട്രോൾ പമ്പ് കൂടെ എഥനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് വരുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ പോലും ഈ പച്ചവെള്ളം കരിമ്പ് ജ്യൂസ് കൂട്ടുമ്പോൾ ഇപ്പം എൻ്റെ നാട്ടിൽ പെരിന്തൽമണ്ണയൊക്കെ 30 ഉറുപ്പ്യക്ക് 1 ഗ്ലാസ് കരിമ്പ് ജ്യൂസും കിട്ടും. പിന്നെ വീണ്ടും അവർ ഒഴിച്ചു തരും, 1 ഗ്ലാസും കൂടി എക്സ്ട്രാ ഒഴിച്ചു തരും. ആകെ 30 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 30 രൂപയുടെ കരിമ്പ് ജ്യൂസാണല്ലോ ഇപ്പോൾ ഈ 109 രൂപയ്ക്ക് വിൽക്കണത്. അപ്പോൾ അതിൽ വല്ല ഏറ്റക്കുറച്ചിലും ഉണ്ടായോ? ഈ 1 ലിറ്റർ പെട്രോൾ വാങ്ങണതിൻ്റെ 109 രൂപയിൽ വല്ല കുറവും ഈ മോഡി സർക്കാർ കൊണ്ടുവന്നോ? അത് ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഇപ്പോൾ ഒന്ന് പെട്രോൾ പമ്പുകൾ കൂടുതൽ ആയി, ഈ പെട്രോൾ ഇറക്കൽ തുടങ്ങി, അങ്ങനെ വർക്ക്ഷോപ്പുകാർക്ക് പണിയായി, പുതിയ വണ്ടികളിങ്ങനെ കേടാകുമ്പോൾ പുതിയ വണ്ടികൾ വാങ്ങണം. അങ്ങനെ മൊത്തത്തിൽ വികസനം കണ്ടു വരില്ലോടെ. കാരണം എല്ലാവർക്കും വികസനമാണ് ഇപ്പോൾ. പക്ഷേ ഈ ഉപഭോക്താവോ അവ പിച്ചച്ചട്ടിയിലേക്കും പോകും. ഇതാണിപ്പോൾ ഈ ഉണ്ടാവാൻ പോണത്. ഈ മോഡിയുടെ പെട്രോള് കാരണം. അപ്പം അതിൻ്റെ ഒരു ഇതെന്താണ്? നിതിൻ ഗഡ്കരി, ഞാനൊക്കെ വിചാരിച്ച അയാൾ കുറേ റോഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന് സഹായമൊക്കെ നൽകാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച ആളൊരു നല്ല മനുഷ്യനാണ്. പക്ഷേ അയാളുടെ മകൻ്റെ ഫാക്ടറിയിൽ നിന്നാണ് ഈ കരിമ്പ് ജ്യൂസ് വിൽക്കണത്, പെട്രോളിൽ മായം ചേർക്കാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ട്? ഒന്നുമില്ലെങ്കിൽ മുഴുവൻ വാഹന ഉടമകളും വാഹനങ്ങൾ നാഷണൽ ഹൈവേയിൽ ഉപേക്ഷിക്കുക, അവിടെ ഇട്ട് പോരുക. 1-2 ദിവസം കാവൽ നിൽക്കേണ്ടി വരും. ഇപ്പോൾ ഈ കർഷകരൊക്കെ പഞ്ചാബിൽ നിന്ന് ഡൽഹിക്ക് മാർച്ച് നടത്തി. അത്രയ്ക്കൊന്നും പ്രയാസമല്ല. സ്വന്തം വീട്ടിൻ്റെ അവിടെ വണ്ടി ഇട്ടിട്ട് അവിടെ കാവൽ കിടന്നാൽ മതി. 2 ദിവസം അങ്ങനെ ഇട്ടാൽ തന്നെ ഈ പഴയ പെട്രോൾ തിരിച്ചു വരും. അതാണ് വേണ്ടത്. ആ സമരം കൂടി ഏറ്റെടുക്കണം. ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക? ഇപ്പം ഈ CJP പോലെയുള്ള ഒരു സംഘടന സമരം ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യേണ്ട, അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ആളാണ് ഈ രാഹുൽ ഗാന്ധി. അയാൾ വരുന്നത് എപ്പോഴാണ് അറിയോ? കർട്ടൻ താഴ്ത്താണ നേരത്തേക്കാണ് ഈ വരുന്നത്. ഈ പഴയ നാടകങ്ങളൊക്കെ ഉണ്ട്. എല്ലാ നാടകത്തിലും, അധിക നാടകത്തിലും കാണാം കോഴിമുട്ടയിൽ ചുവന്ന മഷിയാക്കിയിട്ട് ഒരു പൊട്ടിക്കൽ. ആ സമയത്താണ്. എന്നിട്ട് ഞാൻ മരിച്ച് പറഞ്ഞിട്ടൊരു വീഴ്ചയാണ്. നാടകം അങ്ങോട്ട് ജനങ്ങൾക്ക് മനസ്സിലാവണല്ലോ. അതുപോലെയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ വരവ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഈ പെട്രോൾ സമരം കൂടി ഏറ്റെടുക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. അതിന് നേതൃത്വം വഹിക്കേണ്ടത് കോൺഗ്രസ്സാണ്. ഇനി CJP മുന്നിൽ നിന്ന് നയിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒപ്പെങ്കിലും നിൽക്കാൻ കോൺഗ്രസ് തയ്യാറാണോ? CPM ഇടതുപക്ഷം എപ്പോഴും പിന്തുണ നൽകും. നല്ല സമരങ്ങളായാലും അവർ ഏത് കാര്യത്തിനും പിന്തുണ നൽകുന്ന ഒരു ടീമാണ്. അപ്പോൾ അവരോട് ഉപദേശിക്കാനില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതിപക്ഷ നേതാവ് എന്നില്ല നിലയ്ക്കുള്ളൊരു ക്വാളിറ്റി അയാൾക്കില്ല. അയാൾ ആ ക്വാളിറ്റി തെളിയിക്കേണ്ടത് ഇത്തരം സമരങ്ങളിൽ ജനങ്ങളെ നയിച്ചിട്ടാണ്. അതാണ് വേണ്ടത്.